ചായ ഉണ്ടാക്കി. അപ്പം നിങ്ങളൊക്കെ ചായ കുടിച്ചോ? ഞാൻ ആദ്യമൊക്കെ ഒരു ചായ കുടി ഇടക്കാലത്ത് ഞാൻ നിർത്തിയതായിരുന്നു. പിന്നെ വീണ്ടും ഞാൻ തുടങ്ങി ചായ കുടിക്കലൊക്കെ. ഒരു ചീത്ത സ്വഭാവമാണ് ചായ കുടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മുടെ ശരീരത്തിന് ഒത്തിരി കൊള്ളുമൊന്നുമില്ല ചായ ഇങ്ങനെ എന്നും കുടിക്കുന്നതും ഒന്നും. അപ്പം ഞാൻ അങ്ങനെ ഒരു ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് നിങ്ങളോട് സംസാരിച്ചേക്കാം എന്ന് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിന്ന് മലപ്പുറത്തുള്ള ഒരു ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. സീനെ ഹായ്. സീനക്കുട്ടിയുടെ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ പേര് പറയണം. ഞാൻ കഴിഞ്ഞ ദിവസം കുറേ പേരൊക്കെ പറഞ്ഞപ്പോൾ സീനയുടെ പേര് പറയണമെന്ന് സീന പറഞ്ഞായിരുന്നു. ഞാനൊരു കഥ പറഞ്ഞു കേൾപ്പിക്കട്ടെ. ഈ ഒരു ഫാമിലി, ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു. ചെറുപ്പക്കാരായ ഒരു ഭാര്യയും ഭർത്താവും. അവരിങ്ങനെയും മൺകലം, മൺചിരാതുകൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഫാമിലിയായിരുന്നു. അപ്പം ഒരു ഭയങ്കര വേനൽക്കാലമായി കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ മണ്ണ് നന്നായിട്ട് കുഴച്ച് അവരിങ്ങനെ മൺകലങ്ങൾ, ചട്ടികളില്ലേ, ചട്ടികൾ ഉണ്ടാക്കുന്ന ഇതിൽ പണി ചെയ്തുകൊണ്ടിരുന്നു. മൺചിരാതുകളും ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അപ്പം കുറേ കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ഭാര്യ വന്നിട്ട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ ഈ മൺകലം, ഈ ചട്ടികൾ ഉണ്ടാക്കുന്നത്, ചിരാതുകളൊക്കെ ഉണ്ടാക്കുന്നത്? നമുക്ക് ഈ സമയത്ത് കൂജ ഉണ്ടാക്കി വിറ്റാൽ നമുക്ക് നല്ല പൈസ കിട്ടും. ഈ വേനൽക്കാലമല്ലേ, എല്ലാവരും കൂജ മേടിക്കും എന്ന് പറഞ്ഞു. ഉടനെ പുള്ളി ചിന്തിച്ചു, ശരിയാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് പുള്ളി പറഞ്ഞു, എന്നാൽ ശരി നമുക്ക് കൂജ ഉണ്ടാക്കി വിൽക്കാം എന്നും പറഞ്ഞുകൊണ്ട് ആ മണ്ണ് വീണ്ടും കുഴച്ചു കഴിഞ്ഞപ്പം മണ്ണ് ഈ മനുഷ്യനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ചിന്താഗതി മാറ്റിയെന്ന് ചോദിച്ചു. എന്നെ ഈ ചട്ടി ഉണ്ടാക്കാനല്ലേ കുഴച്ചത്, അല്ലെങ്കിൽ ചിരാതുണ്ടാക്കാൻ വേണ്ടിയിട്ടും കൂടെ അല്ലേ കുഴച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അല്ല കൂജയ്ക്കാണ് ഇപ്പം ഡിമാൻഡ് കൂടുതൽ, അപ്പോൾ കൂജ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു. അപ്പം മണ്ണ് പറഞ്ഞു, ഇങ്ങനെ മനുഷ്യൻ്റെ മനസ്സുകൾ പെട്ടെന്ന് മാറും ഇല്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് സന്തോഷമായി, ഞാനിങ്ങനെ തീക്കകത്തിരുന്ന് വെന്ത് ഉരുകണ്ടല്ലോ, എനിക്ക് തണുപ്പടിച്ചിരിക്കാമല്ലോ ഈ വേനക്ക് എന്ന് മണ്ണ് പറഞ്ഞു. ഇതാണ് കഥ. ഈ കഥയിലകത്ത് നമുക്ക് മനുഷ്യൻ്റെ മനസ്സ് നമുക്ക് വായിച്ചെടുക്കാം. മനുഷ്യൻ്റെ മനസ്സ് ഏത് സമയം മാറും അല്ലേ? പെട്ടെന്ന് മനുഷ്യൻ്റെ മനസ്സുകൾ മാറും. ഇപ്പം ചിന്തിക്കണമായിരിക്കില്ല, കുറച്ച് നേരം കഴിയുമ്പോൾ ചിന്തിക്കണ ചിലപ്പം നല്ല തീരുമാനങ്ങളായിരിക്കും, ചിലപ്പം ചീത്ത തീരുമാനങ്ങളുമായിരിക്കും ഇല്ലേ? അപ്പം അതാണ് മനുഷ്യൻ്റെ. ചിലർ നല്ല തീരുമാനങ്ങൾ പെട്ടെന്ന് നല്ല ഹൈ ലെവലിൽ എത്തുന്ന തീരുമാനങ്ങൾ എടുക്കുന്നവരുണ്ട്. പതുക്കെ തുടങ്ങി നല്ല തീരുമാനങ്ങളിലേക്കും. ചിലർ അത് എന്താ പറയുക, പൊട്ട തീരുമാനത്തിലേക്കായിട്ട് അത് ഒന്നും അല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നതും ഉണ്ട്. അപ്പം ഞാൻ ഈ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു കഥ പറയാം എന്ന് വെച്ചു. ഇത് വലിയതൊന്നുമില്ല എന്നാലും. പിന്നെ നമ്മൾ എന്തോ ഒരു സൈസ് ചായകളായിപ്പോൾ കാണുന്നില്ലേ? കുറേ നാൾ മുമ്പ് ഞാൻ തിരുവനന്തപുരം ഒരു ദിവസം പോകാൻ എനിക്ക് ഇടവന്നു, എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത്. അപ്പം ഞാൻ പോയപ്പോൾ ഒരു 3 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു 15 ചായക്കടയെങ്കിലും ഉണ്ട്. ചായക്കട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു ഷോപ്പുകളില്ലേ, നല്ല ബൾബൊക്കെ ഇട്ട് അലങ്കരിച്ച് അത് ഒരു 10-15 ഷോപ്പുകളെങ്കിലും ഉണ്ട്. ഈ നമ്മുടെ ഈ തൊടുപുഴ പ്രദേശത്ത് കൊണ്ടിട്ട് അങ്ങനെ കുഞ്ഞു ഷോപ്പുകൾ, ഹൈ ചായ് പിന്നെ എന്നാ അച്ചായൻ ചായ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പല സൈസ് ചായക്കടകൾ. അതേപോലെ അതിനകത്ത് വെറൈറ്റി ചായകൾ, നമ്മൾ കേട്ടിട്ടില്ലാത്ത ചായകളുമുണ്ട്. കുറേ ചായ നമ്മൾ കേട്ടിട്ടുണ്ട്, മസാല ചായ, ഇഞ്ചി ചായ അങ്ങനെയൊക്കെയുള്ളത് നമ്മൾ കേട്ടിട്ടില്ലേ? അങ്ങനെയുള്ള വെറൈറ്റി ചായകൾ. പിന്നെ ബൂസ്റ്റർ ചായ, പാലില്ലാത്ത പാൽ ചായ. അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? പാലില്ലാത്ത പാൽ ചായ എന്ന് പറയുന്നത് തേങ്ങാപ്പാൽ കൊണ്ട് ഉണ്ടാക്കുന്ന കേട്ടോ. അതായത് ചായ ഉണ്ടാക്കിയ ശേഷം, കട്ടൻ ചായ ഉണ്ടാക്കിയ ശേഷം അതിലേക്ക് തേങ്ങാപ്പാൽ, ഒന്നാമത്തെ പാൽ, ഒരു പാലായിരിക്കണം കേട്ടോ, അല്ലാണ്ട് 2ാം പാല് 3ാം പാലെന്ന് പറയണതല്ല. ആദ്യത്തെ പാല് അത് ശകലം ചായയുടെ അളവിൽ ഒഴിച്ചു കൊടുക്കുന്ന ചായക്കാണ് പാലില്ലാത്ത പാൽ ചായ എന്ന് പറയുന്നത്. അതേപോലെ ബൂസ്റ്റർ ചായ എന്ന് പറഞ്ഞാൽ എനിക്കൊരു വലിയ അബദ്ധം പറ്റി. ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി അവള് പാലില്ലാത്ത പാൽ ചായ മേടിച്ചു, ഞാൻ ബൂസ്റ്റർ ചായ മേടിച്ചു. ബൂസ്റ്റർ ചായ. അപ്പം ഞാനിങ്ങനെ ഓർത്തു, ബൂസ്റ്റർ ഡോസ് കുത്തിവെപ്പ് വന്നു, ബൂസ്റ്റർ എനർജി ഡ്രിങ്കുകളൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെ വല്ലതും ആണോ ഇതെന്ന്. അപ്പം അവളെന്നോട് പറഞ്ഞു, അത് വയറിന് വല്ലതും കൊള്ളില്ലെങ്കിൽ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം, ആദ്യമായിട്ടല്ലേ നമ്മളെന്ന് സ്ഥിരമാക്കണില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവള് പാലില്ലാത്ത പാൽ ചായ മേടിച്ചു, ഞാൻ ബൂസ്റ്റർ ചായ മേടിച്ചു. എനിക്ക് വന്നപ്പോൾ അബദ്ധം മനസ്സിലായത് എന്നാന്നറിയാവോ? ബൂസ്റ്റ് ഇട്ട ചായയാണ് ബൂസ്റ്റർ ചായ എന്ന് പറയുന്നത്, അല്ലാണ്ട് അതിനകത്ത് വേറൊന്നുമില്ല. ബൂസ്റ്റ് മാത്രം ചേർത്തിട്ട് ചായക്കകത്തേക്ക് ബൂസ്റ്റ് ഇട്ട് തരുന്നു.
അതിനാണ് ബൂസ്റ്റർ ചായ. ഞാനപ്പോൾ ആ കൊണ്ടുതന്ന പയ്യനോട് ചോദിച്ചു, ഓ ഇത് ബൂസ്റ്റ് ഇട്ട ചായ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ അതേ ചേച്ചി എന്ന് പറഞ്ഞത് ചിരിയും ചിരിച്ചു. ഞാനും എനിക്ക് പറ്റിയ അവസ്ഥ, ഞാനോർത്ത് വല്ല എനർജി ഡ്രിങ്ക് പോലത്തെ വല്ല സാധനം അതിനകത്ത് ചേർത്ത് ചായ ആയിരിക്കും എന്നാ ഓർത്തെ. അങ്ങനെ എനിക്കൊരു അബദ്ധം കൂടെ സംഭവിച്ചു. അപ്പം നമുക്ക് ഇങ്ങനെ വെറൈറ്റി ചായകളും ഒത്തിരി ചായകളും ഉണ്ടല്ലേ, പക്ഷേ ഈ ചായ കുടിക്കുന്ന ഒത്തിരി നല്ലതൊന്നും അല്ല കേട്ടോ. എനിക്കിപ്പോൾ ചായ കുടിച്ചില്ലേ തലവേദന എടുക്കും. രാവിലെ എനിക്ക് ഒരു ഗ്ലാസ് ചായ കുടിക്കണം, അത് നിർബന്ധമായി തീർന്നു. അങ്ങനെയൊന്നും അഡിക്റ്റ് ആകാണ്ടിരിക്കണമെന്നല്ല, നമ്മൾ എന്തിനോടും ഒത്തിരി അഡിക്റ്റ് ആവരുതല്ലേ. അത് എന്ത് ബന്ധങ്ങളാണേലും അതല്ലേ, അതും ഒരു സൂചന ഈ ചായ തരുന്നത്. നമ്മൾ ചായയോടാണേലും സുഹൃത്ത് ബന്ധങ്ങളോടാണെങ്കിലും മറ്റുള്ള ബന്ധങ്ങളോടാണെങ്കിലും ഒത്തിരി അഡിക്റ്റായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അത് സങ്കടത്തിലേ കലാശിക്കുള്ളൂ. അത് തന്നെയല്ലേ ചായയാണെങ്കിലും ഒത്തിരി കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ദോഷം അല്ലേ. ഒത്തിരി നമുക്ക് ശരീരത്തിൽ സ്കിന്നിനും ഒക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാക്കും എന്ന് കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല എങ്ങനെയാണ്, പക്ഷെ എനിക്ക് ചായ കുടിച്ചില്ലേ ഭയങ്കര തലവേദനയാണ്. നിങ്ങൾക്കും അങ്ങനെയൊക്കെയാണോ? എനിക്ക് ഭയങ്കര തലവേദന എടുക്കും. പണ്ടൊക്കെ എനിക്ക് ഛർദ്ദിക്കാൻ വരുമായിരുന്നു ചായ കുടിച്ചില്ലെങ്കിൽ. ഇപ്പം എനിക്ക് ആ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഭയങ്കര തലവേദന വരും, ഭയങ്കര സഹിക്കാൻ പറ്റാത്ത തലവേദനയായിരിക്കും. അപ്പം ഞാൻ എന്നാണെങ്കിൽ ഒരു ചായ ഞാൻ കുടിക്കും, എന്നാ കൊള്ളില്ല എന്ന് പറഞ്ഞാലും കുടിക്കും. ഞാൻ മധുരം ഇടാണ്ടാട്ടോ കുടിക്കുന്നത്, എനിക്ക് ഷുഗറുണ്ട്, അതുകൊണ്ട് ഞാൻ മധുരം ഇടാണ്ട ചായ കുടിക്കുന്നു. പിന്നെ എന്നാണ്ട് ഇവിടെ എനിക്ക് കുറച്ച് പൂച്ചപ്പന്മാരുണ്ട്, അവന്മാർ ഭയങ്കര കരച്ചിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ. പിന്നെ ഇതൊക്കെയുള്ളൂ പറയാൻ. അപ്പോൾ ശരി, ഓക്കെ.